Deepa Panikar here inside my house. Today is 28th December and the time is actually 6:55. Okay, and see my mother here. My mother actually she is making tea, and this is my kitchen camera. Okay, and three cameras are there at one structure. I am showing you all these things at one structure. Okay, this is my hall camera. You can see, you all know this is the hall. Okay, you all know all these things, and now I will open the door, and this is Sahadeva Mandiram. You can see. Okay, written Sahadeva Mandiram, and this is now I am opening my house. Okay, you have seen my mother even at midnight, who is here. These bastards will be creating nasty stories actually. And this is, now I am opening my door. You all see how cool it is, and it's actually cool. Kerala is cool 1,000 times than North India, and all 1,000 times cooler and fresh air, and this much fresh air we will not get anywhere actually. ഇത്രയും നല്ല എയറും ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറും വേറെ ഒരിടത്തും കിട്ടത്തില്ല. അത് മെയിൻ റോഡല്ല. പിന്നെ എന്താണ്, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഗ്യാസൊന്നും അല്ല വിറകൊന്നും അല്ല ഉപയോഗിക്കുന്നത്, ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊല്യൂഷൻസും ഇങ്ങനെയില്ല. പണ്ടത്തെക്കാളിലുമൊക്കെ ഫാർ കുറവാണിപ്പോൾ. മനസ്സിലായില്ലേ? പണ്ടുള്ള ഈ മോട്ടോർ വെഹിക്കിൾസിനൊക്കെ ഇപ്പോഴുള്ള മോഡേൺ ടെക്നോളജികളില്ല. ഈ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും എമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ടെക്നോളജീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ Euro 1 Euro 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പൊല്യൂഷൻ ടെസ്റ്റ് ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഈ അറ്റ്മോസ്ഫിയറിൽ അതാണ്. അതുപോലെ AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോശമാണ് എന്നൊക്കെയുള്ളതെല്ലാം ഈ കൂട്ടരുടെ പല രീതിയിലുള്ള ഇത് കാരണം ഇതാക്കുന്നതാണ്. ഇവർ ശ്രമിക്കുന്നതാണ് ഇങ്ങനെ. എനിക്കറിയാം, നമ്മുടെ മുറിയിലേക്ക് സ്മോക്കും അങ്ങനെയുള്ള പല രീതിയിലുള്ള അടിക്കുന്നതുമെല്ലാം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വളരെ കറക്റ്റാണ്. ഈ ക്രിമിനൽസ് ആപ്പിൽ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവരുടെ ഈ സംഘം ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെ പാവം ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇവർ തമ്മിലും അവസാനം ടാർഗറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നുണ്ടാകും ഇവരുടെ അവസാനം നല്ലതായിരിക്കും. ഇവരുടെ അവസാനം ഇത് തന്നെയാണ്, അല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ SNDP ബിൽഡിങ്ങിൻ്റെ ഇവിടെയാണ്. നിങ്ങൾക്ക് 323 SNDP നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് സെയിം കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഈ ക്യാമറ. അപ്പോൾ ഇങ്ങനെ 3 ക്യാമറയാണുള്ളത്. ഇവർ ഇങ്ങനെ എൻ്റെ ഈ 3 ക്യാമറകൾ 3 സ്ഥലത്താണെന്നും ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ വേറെ എവിടെയോ ഏതോ അടുക്കളയിലാണെന്നും ഒക്കെയുള്ള ഭയങ്കരമായ ഫേക്കായിട്ടുള്ള സ്റ്റോറീസ് ഇവന്മാരുണ്ടാക്കുക. അതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഇവൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവനങ്ങ് വരുത്താൻ ശ്രമിക്കുകയാണ്. ഇവനങ്ങ് ശ്രമിച്ചു വരിക. എന്തുവെന്ന് വെച്ചാൽ ഞാൻ ഡിവോഴ്സ് ആയത് ഞാൻ അറയ്ക്ക് കൂടെ പോയത് കൊണ്ടാണ് നടന്നതാണ്. ഞാൻ കണ്ടല്ലൂരിൽ വെച്ചാണ് അവിടെ നിന്ന് പോരുന്നതുമെല്ലാം. ഇവിടെ നിന്നുള്ള ഇവൻ പറയുന്ന പേരുകളൊക്കെ ഇവിടെ ഉള്ളവൻ്റെ പേരാണ്. മനസ്സിലായില്ലേ? അതുപോലെ ബിജു പി എന്ന് പറയുന്നവൻ എന്നെ കല്യാണം കഴിച്ചത് ഇങ്ങനെ പഴുക്ക് കല്യാണം കഴിച്ച് ഒഴിയാം. ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഇവരുടെ പല ഗൂഢമായ ഹിഡനായിട്ടുള്ള അജണ്ടാസ് ഉണ്ടായിരുന്നു ഇവർക്ക്. എൻ്റെ അമ്മ വീട്ടുകാരാണ് കൂടുതലായിട്ട് ഇതിന് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അമ്മ വീട്ടുകാർക്കാണ് കുറേ പോലീസുകാരെയും ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം. അതുപോലെ ഈ ബിജു പി എന്ന് പറയുന്നവനും. അപ്പോൾ എൻ്റെ വസ്തുവും വകയും തട്ടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ അമ്മ വീട്ടുകാരും ഇവനും കൂടെ കൂടിയുള്ള ഒരു ടൈപ്പാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? ഇവനെ നമ്മൾ മാവേലിക്കര ഫാമിലി കോടതി വഴിയാണ് ബന്ധം ഒഴിഞ്ഞിട്ടുള്ളത്. ഇവൻ്റെ പേര് ഈ സുബ്രഹ്മണ്യൻ പറയേണ്ട യാതൊരു കാര്യമില്ല. സുബ്രഹ്മണ്യൻ നിരന്തരം ഇവൻ്റെ പേര് പറയും. ഇവൻ്റെ പേര് നമ്മളോട് പറയേണ്ട കാര്യം. ഇവൻ ആരാ? ഇപ്പം ബിജു പി എന്ന് പറയുന്നവനെ നമ്മൾ കോടതി വഴി ലീഗലി ഡിവോഴ്സ്ഡ് ആണ്. ഓക്കെ, എൻ്റെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാം ഉണ്ട്. ഇവൻ ആരാണ് ഇനി? മാത്രമല്ല, നിങ്ങൾക്ക് പോയി ആർക്ക് വേണമെങ്കിലും തിരക്കാം ഇവൻ്റെ ഇത്രയും നാളത്തെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെല്ലാം വിറ്റ് മുടിച്ച് നടക്കുകയാണ്. ഇവനെക്കുറിച്ച് പറയാനാണ്. ഇവൻ 1 സെൻറ്റ് വസ്തു പോലും ഇവൻ വാങ്ങിച്ചിട്ടില്ല. ഇവൻ എൻ്റെ സ്വർണ്ണങ്ങൾ മുഴുവൻ നശിപ്പിച്ച്, എൻ്റെ കാറ് നശിപ്പിച്ച്, എൻ്റെ പ്രൊഫഷൻ നശിപ്പിച്ച് നിങ്ങൾക്ക് തിരക്കാം. ദീപാ എസ് പണിക്കർ കോടതിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയാണ്, നന്നായിട്ടാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കായംകുളം കോടതിയിൽ ചെന്ന് തിരക്കാം. ഇപ്പോഴും ആൾക്കാർ പറയും
പതിയെ പതിയെ നമുക്ക് അത്ര വലിയ എന്താ പറയുന്നത് ഇങ്ങനെ ആർത്തി പിടിച്ചുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. പതിയെ നമ്മളുടെ പ്രൊഫഷൻ ഇതാക്കി നല്ല ഇതിൽ വരാനുള്ള കാലിബറുള്ള ആളായിരുന്നു ഇവൻ. എന്നെ കായംകുളം കോടതിയുടെ പടിഞ്ഞാറേ ഗേറ്റ് എൻ്റെ കാർ ഇറങ്ങുന്ന സമയം മുതൽ ഇവൻ്റെ വീടായ കണ്ടല്ലൂർ വരെ ഇവൻ എന്നെ നിരന്തരം ചീത്ത വിളിക്കുമായിരുന്നു. എന്തോ നിൻ്റെ 2 ലക്ഷം പൂര, നിൻ്റെ 2 ലക്ഷം പൂര, ഇത് വിറ്റ് വെച്ചാൽ 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ കാർ ആദ്യം വാങ്ങിയത്. നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ CC ഇടുക എന്നുള്ളത്. ബാക്കി CC ഇട്ട് എൻ്റെ അമ്മ അടച്ചത്. എന്നിട്ട് നിൻ്റെ 2 ലക്ഷം പൂര ഇത് വിറ്റ് നിൻ്റെ 2 ലക്ഷം പൂര ബാങ്കിലിട്ടാൽ നീ വരത്തില്ലല്ലോടി എന്ന് പറഞ്ഞ് ഇവൻ നിരന്തരം നമ്മളെ ചീത്ത വിളിച്ചാണ് ഇവൻ്റെ ചീത്ത വിളി സഹിക്കാൻ വയ്യാതെ നമ്മൾ വീട്ടിലിരുന്നത്. ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇവനെപ്പോലൊരു ക്രിമിനലിനെ വേറെ കാണാൻ കിട്ടത്തില്ല. ഇവനെപ്പോലൊരു പക്ക ക്രിമിനൽ. ഇവൻ്റെ അനിയനും ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന്മാരും ഈ സദാനന്ദ മന്ദിരത്തിലെ ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാം. ഇവൻ്റെ ഈ സദാനന്ദ മന്ദിരത്തിലുള്ളവരുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളൊക്കെ മറ്റുള്ളവരത് തട്ടിച്ചും വെട്ടിച്ചും എടുത്തതാണ്. നിങ്ങൾക്ക് തിരക്കി നോക്കാം ഇവന്മാരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. ഇവൻ 9 സെൻറ്റ്, ആനന്ദൻ എന്ന് പറയുന്നവൻ്റെ 9 സെൻറ്റാണ് ഈ കിടക്കുന്നത്. ഈ 9 സെൻറ്റിൽ നിന്ന് ഈ ഭാഗം ഈ ഭാഗം അത് അയാൾക്ക് മക്കളില്ലായിരുന്നു, അയാളെ തട്ടിയെടുത്ത് പിടിച്ച പിടിയാലെ എഴുതി വാങ്ങിക്കുക ചെയ്തത്. പിന്നെ ഇവരുടെ ഈ ആനന്ദൻ എന്നൊക്കെ പറയുന്നവർ താമസിച്ചുകൊണ്ടിരുന്നത് കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശമാണ്. റെയിൽവേ ട്രാക്കുണ്ട് അതിന് പടിഞ്ഞാറ് വശത്തൂടെ. അവിടെ ഈ അമ്പലത്തിന് പുറകുവശമാണ്. അവിടെ നല്ലൊരു വസ്തുവും വീടും അതൊക്കെ ഇപ്പോൾ ഈ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഈ സദാനന്ദ മന്ദിരത്തിലെ ശ്രീലത എന്ന് പറയുന്നത് ഇപ്പം എന്നെക്കുറിച്ച് ഞാനായിട്ട് അവളും അവളുടെ മരുമോളായ വൃന്ദ എന്നൊക്കെ പറയുന്നവൾ ഇങ്ങനെ ആൾമാറാട്ടം നടത്തുന്നുണ്ട്. ഇവരുടെ മകനായ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഇപ്പം പേര് മാറ്റി കള്ളത്തരത്തിന് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പേര് മാറ്റി നടക്കുന്ന മനോജ് എന്ന് പറയുന്നവൻ, അവനാണ് ഇതെല്ലാം തട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ അവർ കേസ് കൊടുത്തു. ഇപ്പം അവർ മരിച്ചുപോയി. കേസ് കൊടുത്ത് അവർക്ക് 25 ലക്ഷം കോടതിയിൽ നിന്ന് വിധിക്കുകയും അവരെ കൊണ്ടുപോയി ഒരു അഞ്ചലിലുള്ള അനാഥാലയത്തിൽ കൊണ്ട് തള്ളുകയും ഇവന്മാർ തള്ളി അവിടെ കിടന്ന് അവർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അന്വേഷിക്കാം. ഇവന്മാരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇപ്പം എന്നെ പിടിച്ച് നടക്കുകയാണ് ഇവളുമാരും കൂടെ. അതുപോലെ ഇവളുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഈ ശ്രീലതയുടെ എന്ന് പറയുന്നവൻ്റെ അവിടെ വീട്ടിലെ കാര്യങ്ങൾ. ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു ആങ്ങളെ ഇതുപോലെ എല്ലാം ഇതൊക്കെ ആക്കി എന്തൊക്കെയോ കൊടുത്ത് അവനെ എന്തൊക്കെയോ വാദമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെയും ഒരു മുരളി എന്ന് പറയുന്ന ഒരുത്തൻ ഇവളുടെ ഒരു ആങ്ങള അയാളെ ഒരു കാലം ഇതുപോലെ എന്തോ സ്വാധീനക്കുറവായിരുന്നെന്നും പോലും. എന്നിട്ട് അവർ മെഡ്രാസിലായിരുന്നു. മെഡ്രാസിൽ നിന്ന് ഇവളുടെ തന്നെ അപ്പച്ചിയുടെ മോളെ എങ്ങാണ്ടാണ് അയാൾ കല്യാണം കഴിച്ചിരുന്നത്. അതൊക്കെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് അയാളെ ഇതുപോലെ ഒറ്റയ്ക്കാക്കി ഈ വയ്യാത്ത 2 ആണുങ്ങളെ ആ വീട്ടിൽ ഇലഞ്ഞിമേൽ വള്ളിക്കാവെന്ന് പറയുന്ന സ്ഥലമാണ് ഇവളുടെ വീട്. അവിടെ ഒറ്റയ്ക്കാക്കി അവരെ എല്ലാം വകവരുത്തി. ഇലഞ്ഞിമേൽ വള്ളിക്കാവെന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കാക്കി ഇതുപോലെ വകവരുത്തിയേച്ച് ഇപ്പം എന്നെ വകവരുത്തണമെന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെ എൻ്റെ സ്വത്തും വകകളും തട്ടിയെടുക്കണമെന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെ കുറേ ആളുകൾ ശ്രമിച്ചു വരുന്നതാണ്. ഇവിടെ ഉള്ള കുറേ ഓലകെട്ടിയമ്പലത്തിലുള്ള കുറേ ആളുകൾ ശ്രമിച്ചു വരുന്നത്. ഇവളാണ് ഇപ്പം എന്നെക്കുറിച്ച് ആൾമാറാട്ടം നടത്തുക. ഇതൊക്കെ പതിവായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനാണ് വേറൊരവൻ. അവനും ഇതുപോലെ അവൻ്റെ മകൻ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി. ഇവൻ്റെ മകനെ ഇതുപോലെ ഓൺലൈൻ ട്രാപ്പ് ചെയ്ത് ഒരു പള്ളിപ്പാട്ടുകാരി മിനി എന്ന് പറയുന്നവൾ കല്യാണം കഴിച്ച് ഇവനെ ഏതാണ്ട് എല്ലാം ഇവന് ഗൾഫിൽ ജോലിയായിരുന്നു. ഇവൻ കള്ളു കുടിക്കും. ഇവൻ ഇതിനപ്പുറത്തെ കുടിയനാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അവൻ്റെ ഗൾഫിൽ ജോലി ചെയ്ത് ഇവിടെ നാട്ടിൽ വരുമ്പം കള്ളു കുടിക്കുമായിരിക്കും. അല്ലാതെ അവിടെ അപ്പം ഇവൻ്റെ ഈ കള്ളിനകത്ത് എന്തോ മയങ്ങുന്ന സാധനം ചേർത്തിട്ട് ഇവനെ എല്ലാം മയങ്ങാറായപ്പോൾ ഇവനെ ബൈക്കും കൊടുത്ത് പള്ളിപ്പാടിന് വിട്ടു. ഇവൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അത് 2019-ലോ 2018-ലോ എങ്ങാണ്ടാണ് വിട്ടിട്ട് ഇവൻ പുനമൂടെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പം ഇവൻ മറിഞ്ഞു വീണ്. എൻ്റെ ബൈക്കിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇടിച്ചതാണ് പറിച്ചതാണെന്ന് പറയുന്നതാണ്. ഇവൻ മറിഞ്ഞു വീണതിൻ്റേതായിട്ടുള്ള കേടുപാടുകളെ ആ ബൈക്കിനുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലേക്ക് ഷോറിൽ ഇവന്മാരൊക്കെ തന്നെയാണ് കൊണ്ടുപോയത്. ഇവിടെയുള്ള ഈ LG നിവാസിലെ ഒരു രാജേഷ്
ഗംഗ ഇങ്ങനെയൊക്കെയുള്ളവരെല്ലാം കൂടെ കൂടി അവനെ ലേക്ക് ഷോറിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ ആളുകളാണ് ഇവന്മാരിപ്പോൾ അങ്ങ് നടക്കുകയാണ്. ഇപ്പോൾ ഈ രാജേഷ് ഗംഗ എന്ന് പറയുന്നവർ എന്നെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കാനും നടക്കുകയാണ്. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് ഇതിനെല്ലാം ഇപ്പം ഹോസ്പിറ്റലിലെല്ലാം ഇതുപോലെ എന്ത് തോന്നിയവാസങ്ങളും കാണിക്കാനുള്ള ഡോക്ടേഴ്സും ഗൂഢമായ സംഘങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാം ലേക്ക് ഷോറിനെ കുറിച്ചും എല്ലാം യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഓർഗൻ മാഫിയ ഇതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട് പലതിനെക്കുറിച്ചും. അതുപോലെ ഇവന്മാരവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് കയ്യും കാലും കെട്ടിയിട്ട് കോമയിലുള്ള ഒരാളിനെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കയ്യും കാലും കെട്ടിയിട്ട് അവൻ മൂക്കേ തൊഴുന്നവൻ ചൊറിയുന്നെല്ലാം ചെയ്യുന്ന ഞാൻ പോയി കണ്ടതാണ്. എന്നിട്ട് കോമയാണെന്നായിരുന്നു പറയുന്നത്. ഇങ്ങനെ പല ഇതുകൾ ചെയ്യുക. ഇവന്മാരുടെ ഈ ഗൂഢസംഘങ്ങൾ ഈ ജോബിലോ എന്നിട്ട് മിനി എന്ന് പറയുന്നവളെ വെച്ച് ആണ് ഇപ്പം ഭാര്യയാണല്ലോ. അപ്പം അവൻ്റെ ജോബ് ലോസ്റ്റ് ഗൾഫിലൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ജോബ് ഒരു ഹ്യൂജ് എമൗണ്ടിനായിരിക്കും ഇൻഷുറൻസ് ഇതാക്കിയിട്ടുള്ളത്. അത് തട്ടിയിട്ട് പണ്ട് നമ്മുടെ 80s അങ്ങാണ്ടായിരിക്കണം നമ്മുടെ സുകുമാരക്കുറുപ്പ് ഇതുപോലെ ഗൾഫ് ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചാക്കോ എന്ന് പറയുന്ന ആളിനെ കൊന്നതും. ഇതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ ഇപ്പം ഈ രീതിയിലാണ് ഇപ്പം പുതിയ രീതികൾ ഇതൊക്കെയാണ്. ഇവനെ അങ്ങനെ ജോബ് ലോസ്റ്റൊക്കെ ഇൻഷുറൻസ് തട്ടി പിന്നെ ഏതാണ്ടെല്ലാം കേരളത്തിലെ ഏതാണ്ടെല്ലാം ബാക്കിയുള്ള ഇൻഷുറൻസ് ഒക്കെ തട്ടി ഇവൻ 45 ലക്ഷം അവൾ ബാക്കി ഗൾഫിലെ ജോബ് ലോസ്റ്റും ഒക്കെ ആയിട്ട് അവളിപ്പോൾ ഇവൻ്റെ മകനെ കൊണ്ടുവന്ന് എവിടെയോ തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഏതോ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ 4 നേരം ഇങ്ങനെ കള്ളടിക്കാൻ ഇങ്ങനെ പോവുക. ഇവിടെ ഒരു ബാറുണ്ട് മേഫെയർ, നിങ്ങൾക്കെല്ലാം അറിയാം. അതുപോലെ അല്ലെങ്കിൽ അപ്പുറത്ത് ഏതാണ്ടൊരു ഷാപ്പുണ്ട്, അവിടെ പോയി കള്ളു കുടിക്കുക. തിരിച്ച് വന്നേച്ച് ഇവൻ നമ്മുടെ ഡ്രാമ എടുത്ത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്, പാല് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുക. അമ്മയെന്ന് വിളിക്കുന്നു. നിങ്ങളിതെല്ലാം കേൾക്കുന്നതാണ്. എൻ്റെ അമ്മയെ എനിക്ക് വിളിക്കാനുള്ള അവകാശം. ഞാൻ ചീത്തയാണോ വിളിക്കുന്നത്? ഇവൻ എന്താ രോഗം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിളിച്ചിരിക്കും. ഇവൻ എന്ത് രോഗമാണെന്ന് എനിക്ക് മനസ്സിലാവണം. ഇവൻ്റെ രോഗം എന്താണ്? അപ്പോൾ ഇവനങ്ങ് ചീത്തവിളി തുടങ്ങുക. ഇവൻ ഭയങ്കരമായ അനാവശ്യങ്ങൾ പറയുക. നമുക്ക് മരുന്ന് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ മരുന്ന് കഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇൻഷുറൻസ് വാങ്ങിച്ചടിച്ച് പുട്ടടിക്കാൻ ഇവന്മാർക്കും ഇതിനൊക്കെയാണ് നമ്മളെ ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരിങ്ങനെ നമ്മൾക്ക് ഷുഗർ ഉണ്ടാക്കുക, മറ്റേതുണ്ടാക്കുക. നിങ്ങൾക്കറിയാം ഇവിടെ പാലക്കാട്ടുള്ള ഒരുത്തൻ അയാളുടെ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തതും ഏതാണ്ടെല്ലാം ഫുഡിൽ കൂടെ കൊടുത്തതും അയാൾക്ക് തളർന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം തോന്നിയതും ഇവരുടെ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അയാൾ ആ കാര്യം നോട്ടീസ് ചെയ്ത് ഇവരുടെ കുറിച്ച് ചോദിക്കുകയും അങ്ങനെയെല്ലാം പുറത്തു വരെ ഇവളെ അറസ്റ്റ് ചെയ്യുന്നതും ബാക്കി എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കള്ളികളും കള്ളന്മാരും ഇങ്ങനെ നടക്കുകയാണ്. ഈ ഓലകെട്ടിയിലും ഇതുപോലെ നടന്ന് അനാവശ്യങ്ങൾ കാണിക്കുക, നമ്മുടെ വെള്ളത്തിനകത്ത് പലത് കലക്കുക, ഇങ്ങനെ നമ്മുടെ മുടി കൊഴിപ്പിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ദേഹത്തോട്ട് ലേസർ അടിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള കള്ളത്തരങ്ങളുമായിട്ട് നടക്കുന്ന കുറേ അവന്മാരാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഓലകെട്ടിയിലുള്ള അത്രയും ക്രിമിനൽസ് വേറെ എങ്ങും കാണത്തില്ലായിരിക്കും, ഇത്രമേൽ. അപ്പോൾ ഇങ്ങനെല്ലാം ചെയ്ത് എന്നിട്ട് ഇപ്പം ഈ മിനി എന്ന് പറയുന്നവൾ, ഈ പള്ളിപ്പാട്ടുകാരി, ഇപ്പം എന്തുവാ ഡിവോഴ്സൊക്കെ കഴിഞ്ഞൊന്നും നമുക്കറിയത്തില്ല. ഇവളിപ്പം ഇവൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് വെറും 5 6 8 10 വർഷം പോലും ആയി കാണത്തില്ല. അതിന് മുമ്പേ എന്ന് വെച്ചാൽ 2018 എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇവിടോട്ടെങ്ങും വല്ലപ്പോഴും ഒരു വിസിറ്റ് നടത്തും. ഇവിടുമായിട്ട് ബന്ധമില്ലാത്ത അവനുമായിട്ടൊന്നും ഉള്ള ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഭാര്യ ഭർത്തൃ ബന്ധമൊന്നുമില്ല ഇപ്പം ഇവനും ഈ മിനി എന്ന് പറയുന്നവളും ഈ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണോ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒരു ഭാര്യ അങ്ങ് പോവുമോ? ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവൻ ആദ്യം റെഡിയാക്കട്ടെ. ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇവൻ ആദ്യം റെഡിയാക്കട്ടെ. ഇവൻ എന്നിട്ട് കണ്ടവരുടെ കാര്യം പറയാൻ ഇവൻ എന്ത് അധികാരമുള്ളൂ? ഇവൻ ആരാ? ഇവൻ ബിജുപിയുടെ കാര്യം പറയാം. ബിജുപിയെ ഞാൻ ലീഗലി എല്ലാവരും നാട്ടുകാരറിയാമല്ലോ, ഇവൻ്റെ കൂട്ടൊന്നുമല്ല, ഡിവോഴ്സ് ചെയ്തതാണ്. ഇനി ഇവനെ പടിക്ക് കയറ്റത്തില്ല, ഈ പടിക്കകത്ത് ഇവനെ കയറ്റത്തില്ല ബിജുപി എന്ന് പറയുന്നവനെ. എനിക്ക് അവൻ്റെ അടുക്കളപ്പണിക്ക് അവൻ വേറെ വല്ലവരെയും വെക്കട്ടെ. അവൻ്റെ അടുക്കളയ്ക്ക് പണിക്കൊന്നും പോകേണ്ട കാര്യം എനിക്കില്ല. അവൻ ആരെ വേണമെങ്കിലും വെക്കാം. അവനൊരു നശിനിയാണ്. നിങ്ങൾക്ക് പോയി തിരക്കാം ഇവൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവൻ്റെ വീട്ടിൻ്റെ അവിടെ പോയി നിങ്ങൾക്ക് തിരക്കാം. ഇവിടെ ഉള്ളവർ തന്നെ പറയും, ഇവിടെ ഉള്ളവർ തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യാഞ്ഞതാണ്, എൻ്റെ കയ്യിൽ അന്നേരം ഫോണില്ലാഞ്ഞുകൊണ്ട് അവർ പറയുന്ന ഉടനെ. ഇനിയും വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുക ഇവൻ്റെ കാര്യങ്ങളൊക്കെ. ഇവൻ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്, ഇവൻ എവിടെയാണ്, ഇവന് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ഇവൻ 6 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് റെക്കോർഡ്സ് എടുക്കാം. ഇവൻ 6 ഏക്കർ വസ്തു ഉള്ളതെല്ലാം മുടിച്ചു വാരി തിന്ന് നശിപ്പിച്ചേച്ച് ഇവനെ ഞാൻ എടുക്കണോ? ഇവൻ ആരാ? ഇവനെ നമ്മൾ അതിന് മുന്നേ തന്നെ, ഇവനെല്ലാം നശിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇവനെ നമ്മൾ ഒഴിഞ്ഞതാണ്.
ഇവനെ ഇവൻ സുബ്രഹ്മണ്യൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ, അല്ലെ സുബ്രഹ്മണ്യനും അവനും കൂടെ ഭാര്യയും കൂടെ അവൻ്റെ കണ്ടല്ലൂർ കണ്ടവരെല്ലാം വീട്ടിലോട്ട് പോയി നിൽക്കാൻ പറ. ഇവൻ ഇത്ര രോഗം ഉണ്ടെങ്കിൽ. അല്ല ഇവൻ്റെ മോൻ്റെ കാര്യം ഇവൻ ഡിസൈഡ് ചെയ്യാത്ത എന്താ? ഇവൻ്റെ മോനെ ഇങ്ങനെ അവിടെ എവിടെയും ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്ന് നീ നിർത്തടാ, നീ എന്താടാ നിർത്താത്ത അത്? നീ നിൻ്റെ മോൻ്റെ ഭാര്യയെ മിനിയെ കൊണ്ടുവന്ന് നിർത്തടാ, നീ എന്നിട്ട് വല്ലവരുടെയും കാര്യം ഇതാക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുവാണ് ഇവന്മാർ. ഇവൻ ആരാ എൻ്റെ വീട്ടിലെ കാര്യം ഡിസൈഡ് ചെയ്യാൻ? ഞാൻ ആരുടെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ ഇവൻ ആരാ? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ നടക്കുകയാണ്. കണ്ട കുറേ തേർഡ് റേറ്റ്സ് ഇങ്ങനെ മറ്റുള്ളവരുടെ പുറകിന് നമ്മുടെ വീട്ടിലെ കാര്യം. ഈ നാട്ടുകാരാരാണ്? നാട്ടുകാരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. നമ്മൾ ആരുടെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലെ ഒരു കാര്യങ്ങളും നോക്കാൻ പോകുന്നില്ല. അവരവരാണ് അവരവരുടെ വീടിൻ്റെ ഓണറും അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ വേറൊരു വീട്ടിൽ കയറി അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മളൊന്ന് ചെന്ന് നോക്കിയാൽ നമ്മുടെ ചെവിക്കരണം കാണത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ശരിയാക്കി വിടും വേറൊരു വീട്ടിൽ കയറിയാൽ. ഇവിടെ ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഇവനങ്ങ് അഴിഞ്ഞാടുകയാണ്. ഇവൻ തുണി പൊക്കി കാണിക്കുക. ഇവൻ പറയുന്ന ഭാഷകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവൻ്റെ മലയാളം നിഘണ്ടുവിൽ ഇല്ലാത്ത എന്താ പറയുന്നത്, ഭയങ്കര നിർഗളമായിട്ടാണ് ഇവൻ്റെ ഭാഷകളിങ്ങി വരുന്നത്. ഇവൻ ഭാഷ പറഞ്ഞങ്ങ് പഠിച്ചു പോയി. ഒരുത്തി ഉണ്ട് അവളിങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി വകയെ കൊണ്ടുവന്നതാണ് ഇവനെ ചെരുപ്പ് വാങ്ങിക്കാൻ. അല്ലാതെ നേരായ നല്ല രീതിയല്ലേ പഠിച്ചെടുത്തോ അല്ലെ പഠിച്ച പ്രൊഫഷനിലെ ഒരാളോ. ഇവളൊക്കെ എന്തോ പഠിച്ചെന്ന് ഇങ്ങനെ ചുമ്മാ നടക്കുകയായിരുന്നു ഇവൾ പണ്ട് മുതലേ. ഇവളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ അപ്പുറത്ത് ഇവളുടെ ഭാര്യയുടെ ഹിസ്റ്ററി ഇവൻ പറയാൻ നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഭാര്യയുടെ ഹിസ്റ്ററി ഈ നാട്ടുകാരെല്ലാം പറയുന്നത് കേൾക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ ഒരു ലോറിയെ കൊള്ളാനുള്ള പിള്ളേരെ ഇങ്ങനെ അബോർട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് ഈ നാട്ടുകാർ ഫുള്ള് പറയുന്നത്. അങ്ങനത്തെ ഇവളുടെ കാര്യം ഭർത്താവായിട്ട് എവിടുന്നോ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി കൊണ്ടുവന്ന് ഇവനാണ് നമ്മുടെയൊക്കെ കാര്യം തീരുമാനിക്കാൻ, നമ്മുടെ സ്വത്തിൻ്റെ കാര്യം തീരുമാനിക്കാൻ തുണി പൊക്കി കാണിക്കുക. ഇവൻ്റെ സ്റ്റാൻഡേർഡ് ഏതോ മലപ്പുറത്ത് കിടന്ന ഈ ഇറച്ചി വെട്ടുകാരുടെ ഇടയിൽ കിടന്നവനാന്ന് തോന്നി ഇവൻ അങ്ങനെ വന്നതാണ് ഇവനെ പോലൊരു തേർഡ് റേറ്റ് CPM ഗൂണ്ടയാണ് ഇവനിപ്പം. ഇങ്ങനെ നടക്കുക. നമ്മുടെ 5 CCTV ക്യാമറ ഇവിടെ വന്ന് അടിച്ചു പൊട്ടിച്ചിട്ടുള്ളത്. ഇവിടെ നടക്കാത്ത കാര്യങ്ങളില്ലേ നിങ്ങളെ പലപ്പോൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ DVR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കൂട്ടിയ തോന്നിയവാസങ്ങൾ. കുറേ അവന്മാരിങ്ങനെ വരിക, എൻ്റെ ഗേറ്റേ പിടിക്കുക, പോവുക, ഇങ്ങനെ എൻ്റെ വീടിൻ്റെ മുന്നിൽ കിടന്നങ്ങ് അഴിഞ്ഞാടുക. ഇതെല്ലാം നമ്മുടെ DVRനകത്തുണ്ടായിരുന്നു. ഇവിടെ നടത്തിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ അതെല്ലാം ഇല്ലാതാക്കാനും എല്ലാം എൻ്റെ DVR വരെ എടുത്തുകൊണ്ട് പോയി തെളിവുകൾ നശിപ്പിക്കാൻ. അത്ര ക്രിമിനൽസാണ് ഇവന്മാരും. ഇങ്ങനെ അങ്ങ് നടക്കുക, ഒരു വേലയും ജോലിയില്ലാതെ. ഇവരൊക്കെ ആരാണ് മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം തീരുമാനിക്കാൻ? നമ്മുടെ വസ്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കുക. ഇതെല്ലാം ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിനുള്ള ഇതാണ്. ഇപ്പം ബിജുപിയുടെ പേര് പറയും. ഇവൻ്റെ നിങ്ങൾക്ക് ചെന്ന് തിരക്കാം. കണ്ടല്ലൂർ ദേശത്ത് ഇവനെക്കുറിച്ച് പറയുന്നത് 6 ഏക്കർ വസ്തു ഒരു പാമ്പടിച്ച ഇവൻ്റെ അച്ഛനും പോലും അല്ല, ഇവൻ്റെ അച്ഛൻ്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് ഊട്ടിയെല്ലാം നടന്ന് ഇതാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം തൊലച്ചെന്ന് തന്നെ പറയണം. എല്ലാം മുടിച്ചു വാരി. ഇവനെക്കുറിച്ച് തിരക്കിയാൽ മതി. ബിജുപി കാട്ടിൽ കുന്നേൽ ഹൗസ്, കണ്ടല്ലൂർ സൗത്ത് PO കായംകുളം. ഇവൻ്റെ വീട് അവിടെ. മണിവേലിക്കടവിൽ ചെന്ന് തിരക്കിയാൽ മതി ഇവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ ഒരു മാല പോലും ഇല്ലാതാക്കി ഇവൻ. 103 പവന ഇവൻ നശിപ്പിച്ചത് എൻ്റെ കാറും. നിങ്ങൾ ചെന്ന് ഇവനെക്കുറിച്ച് തിരക്കുക. ഈ കേൾക്കുന്നവർ ചെന്ന് തിരക്കുമ്പോൾ അവർ പറയും, നാട്ടുകാരല്ല, ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇവനെ പോലീസുകാർ പറഞ്ഞ് ഇവൻ നല്ല ഒന്നാന്തരം സാഡിസ്റ്റാണ്. സാഡിസ്റ്റൊന്നുമല്ല, ഇവന് ഇൻഷുറൻസ് തട്ടണം. ഇവൻ ഭയങ്കര കള്ളനാണ്. ഇവൻ ക്രിമിനലാണ്. ഇവൻ സാഡിസ്റ്റ് അല്ല, ഇവൻ ക്രിമിനലാണ്. ബിജുപി എന്ന് പറയുന്നവൻ നല്ല പക്ക ക്രിമിനലാണ്. ഇവനിങ്ങനെ നടക്കുക. അതുപോലെ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ റേപ്പ് കേസ് എല്ലാമായിട്ട് നടക്കുന്ന രതീഷ് എന്ന് പറയുന്നവൻ ഒരുത്തനുണ്ട്. കായംകുളം കോടതിയിൽ ചെന്ന് തിരക്കിയാൽ മതി. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലുള്ള അലിഗേഷൻസ് വന്നവനാണ് അവൻ. നിങ്ങൾ പോയി തിരക്ക്. ഹൈക്കോടതിയിൽ നിന്നാണ് പിന്നെ അവനും ഇതുപോലെ അബ്സ്കോണ്ടിങ് ആയിരുന്നു. അവൻ്റെ ഫോണെല്ലാം ഓഫ് ചെയ്ത്. ഇതെല്ലാം ഒരു പരിപാടികളാണ് ഇവന്മാരുടെ എന്തൊക്കെയോ. എന്നിട്ടിപ്പം വെട്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നവൻ. ഇങ്ങനത്തെ കള്ള പരിപാടികൾ, കള്ള കഥകളെല്ലാം ഉണ്ടാക്കി നടക്കലാണ് ഇവന്മാരെയും ജോലി. ആൾമാറാട്ടം നടക്കുകയാണ് ഇവന്മാർ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നലെ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവരുടെ കാര്യം അവർ പറയുന്നത്. ഇവൾ തൃശ്ശൂരിൽ നിന്ന് ഈ രാജമ്മ എന്ന് പറയുന്നവളുടെ
എൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ രാജമ്മയെന്ന് പറയുന്നവരുടെ ഇരട്ടയിലൊന്നാണ്. എന്നിട്ട് ഇവൾ തൃശ്ശൂരിൽ നിന്ന് പ്രീതായസ് പണിക്കർ എന്ന് പറഞ്ഞവൾ ഈ രാജമ്മയെന്ന് പറയുന്നവരെ കുഞ്ഞമ്മയായ രാജമ്മയെ കൊണ്ടുവന്ന് കാരക്കാട്ട് വിട്ടിട്ട് പറഞ്ഞ് ഇവൾ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവൾ അനാഥാലയത്തിൽ നിന്ന് വന്ന് കൊണ്ടുവിടുവാന്ന്. ഇത്ര കള്ളത്തരവും ആൾമാറാട്ടവും നടക്കുന്നവളുമാരെയാണ് ഇവളുമാരി. എൻ്റെ അമ്മ വീട്ടുകാരും എല്ലാം സപ്പോർട്ടാണ്. ഈ അമ്മ വീട്ടുകാർ നമ്പർ 1 കള്ളരാണ്. അതുപോലെ തന്നെ ഇവർക്കിപ്പം ഈ അച്ഛൻ വീട്ടുകാരെയും കൊണ്ടും ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ അമ്മ വീട്ടുകാരാണ്. ഒരു ശാന്ത ഇവരുടെ എല്ലാം കാര്യങ്ങൾ നിന്ന് തിരക്കിയാൽ മതി. എൻ്റെ അമ്മയുടെ ഒരു അനിയത്തിയെക്കുറിച്ച് ഇലന്തു ഈ രാജമ്മയുടെ തന്നെ ഭർത്താവായിരുന്ന പൊടിയൻ എന്ന് പറയുന്നവൻ്റെ അനിയൻ്റെ മോൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മോൻ പറഞ്ഞാണ് നിൻ്റെ അമ്മയുടെ അനിയത്തിയെ വള്ളക്കാരൻ പോലും കയറ്റത്തില്ലെന്ന്. അതുപോലെ നമ്മളെ അതുപോലെ ശല്യം ചെയ്യുവാണ് ഇവന്മാരും. ഭയങ്കര ശല്യമാണ്. നമ്മളെ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ സ്വത്തും വകകളും അടിച്ചെടുക്കുക, നമ്മളെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് നമ്മളെ കൊല്ലുക, ഇതൊക്കെ ആണ് ഉദ്ദേശങ്ങൾ. എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് കിഡ്നിയിലോട്ട് ഇതടിക്കുക. നമ്മുടെ ലെഫ്റ്റ് പാർട്ടിനെയാണ് ഇവന്മാരിങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ക്രയോ ലേസർ മറ്റേ ലേസറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കയ്യെ ദേഹം മുഴുവൻ കറപ്പിക്കുക, മുഖം കറപ്പിക്കുക, അങ്ങനെ പല പല രീതിയാണ്. നമ്മുടെ വെള്ളത്തിൽ ഓരോന്ന് കലർത്തുക, ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്ത് സംസാരിക്കുന്നു, ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റോക്കിംഗ് ഒക്കെ ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ പലരുടെയും യൂട്യൂബ് കാണുന്നു, പലതും കാണുന്നു, പലരും പല ഹാർഷായിട്ട് പറയുന്നവരുണ്ട്, പല രീതിയിൽ പറയുന്നവരുണ്ട്, വെറും തേർഡ് റേറ്റ് ആയിട്ട് പല അഭിനയങ്ങൾ. അവർക്കൊക്കെ വട്ടാണോ? എത്രയോ പേര് അഭിനയിക്കുന്ന ചില അഭിനയം കണ്ട അവരുടെ അഭിനയങ്ങൾ കാണണം, അപ്പം നമ്മൾ അവരെ അങ്ങ് വട്ടാന്ന് പറയും. അപ്പം ഇങ്ങനെ ഒന്നും പറയത്തില്ല. നമ്മൾ അവരുടെ കാണുന്നു, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കളയുന്നു, ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെയും കേൾക്കും. അതല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇവർക്ക് എന്താണ്, യൂട്യൂബിന് കുഴപ്പമില്ല, ഇവർക്കാണ് ഭയങ്കര കുഴപ്പം. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നതാണ്. എല്ലാവരും ഈവൻ ജുഡീഷ്യറിയെ വരെ ഇന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും. നിങ്ങൾക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ജുഡീഷ്യറി വരെ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതെന്ന് എല്ലായിടവും അറിയുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ഇന്ത്യയെ പോലൊരു സിസ്റ്റം ശരിയല്ലാത്ത ഒരു സ്ഥലം ഇല്ലാതായിട്ടുണ്ട് ഇന്ന് ലോകത്ത് വെച്ച് തന്നെ. ഇത്രയും സിസ്റ്റം ശരിയല്ലാത്ത ഇവരുടെ ഈ മാഫിയയുടെ ഇൻഷുറൻസ് ലൂട്ടേഴ്സിൻ്റെ മാഫിയയുടെ നെറ്റ്വർക്ക് ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും ഭീകരമാണ്. ഇവന്മാർക്ക് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും അവിടെയും ഇവിടെയും എല്ലാം ഇവന്മാരുടെ കയ്യാളുകളുണ്ട്, ഇവന്മാർ തന്നെ ഉണ്ട്, അറിയാമല്ലോ. അപ്പം ഇവന്മാർക്ക് എല്ലായിടവും ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ വിഹരിക്കുകയാണ് ഈ ക്രിമിനൽസ്. ഒരു പേടിയുമില്ലാതെ എന്തും ചെയ്യാം. പോലീസും എല്ലാം അങ്ങനെ തന്നെയാണ്. പോലീസിനകത്തും എല്ലാം പോലീസിനെല്ലാം സ്വാധീനിച്ച് നടപ്പാണ് ജോലി. അതാണ് എൻ്റെ വീട് വന്ന് രാജമ്മ എന്ന് പറയുന്നവൾ അടിച്ച് ഒരു സെർച്ച് വാറൻറ്റ് പോലും ഇല്ലാതെ അടിച്ചകത്ത് കയറി എൻ്റെ ക്യാമറ 1.25 മണിക്കൂർ ഇതിനകത്ത് 2 ക്യാമറ ടെക്നീഷ്യൻസിനെയും കൊണ്ട് കയറിയിരുന്ന പോലീസിൻ്റെ സഹായത്തോടെ വിത്തൗട്ട് സെർച്ച് വാറൻറ്റ്. മജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾ വിത്തൗട്ട് സെർച്ച് വാറൻറ്റും ഒക്കെ നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി അടിച്ചു കയറിയത് എന്തിനാണെന്ന്. അവനെ പിന്നെ പാലക്കാട്ടോട്ട് മാറ്റി. നിങ്ങൾക്കറിയാം ഈ വെൻറ്റിലേഷൻസ്, ഇതുപോലെ വെൻറ്റിലേഷൻസ് ഉള്ള വീടാണ്. ഇതിനകത്തൂടെ കയറി നോക്കിയാൽ ഒരു ടോർച്ച് അടിച്ചങ്ങോട്ട് നോക്കണ്ട. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ വെൻറ്റിലേഷൻസ് ഉള്ളതാണ്. അത് ഫുൾ വെൻറ്റിലേറ്റഡ് ആണ്. എല്ലാം നല്ല സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. ഈ രാജമ്മ എന്ന് പറയുന്ന പക്ക ക്രിമിനൽ. ഇവൾ പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്ന് മിസ്സിങ് കേസ്, മറ്റേ കേസ്, എന്നിട്ട് ഇവൾ ഡ്രാമയൊക്കെ ഉണ്ട്. ഇവളുടെ വീഡിയോ പിടുത്തം ഡ്രാമകളൊക്കെ നടത്തിയാണ്. ഇവൾക്ക് ആര് ധൈര്യം കൊടുത്തത്? നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ ചേട്ടത്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ ഒക്കെ വീട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഓടിച്ചാടി കയറി അങ്ങ് തല്ലിപ്പൊളിച്ച് കയറാനുള്ള അധികാരം ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇതെവിടെ നടക്കും? ഇങ്ങനെ പല രീതിയിൽ ഇവന്മാരിങ്ങനെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ പുറകിന് നടക്കുകയാണ് ഇവന്മാർ. ഇവന്മാരുടെ കാര്യം നോക്കി ജീവിക്കരുതോ? ഇവനൊക്കെ ആരാണ് എൻ്റെ കാര്യം നോക്കാൻ? പിന്നെ എൻ്റെ പാർട്ട്ണറെ തീരുമാനിക്കാൻ ഇവൻ ആരാണ്? എൻ്റെ പാർട്ട്ണറിന് എന്നെക്കാട്ടി ചിലപ്പം വയസ്സ് കുറവായിരിക്കും. ഇവനൊക്കെ എന്താ രോഗം? ഇവനും അവളെക്കാട്ടി വയസ്സ് കുറവാണ്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൾ, അവന് സൽപ്പകവല്ലിയെക്കാട്ടിൽ ഇവനെ ആരാണ്ട് പറയുന്നു. ഇവൻ്റെ വീട്ടിലെ കാര്യം നോക്കി. ഇവൻ ആരാ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ? ഇവന് ഡൽഹി കിടക്കുന്നവരുടെ കാര്യം ഇവൻ എങ്ങനെ അറിയാം? ഞാൻ ഡൽഹി പോയപ്പോഴും എന്നെ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. അതെല്ലാ വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതേ സെയിം സംഭവങ്ങളാണ് അവിടെയും നടന്നുകൊണ്ടിരുന്നത്. കുറേ ഗൂണ്ടകളെ കൂട്ടുക, നമ്മുടെ അയലത്തുള്ള നമ്മുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നവരെ കൊണ്ട് നമ്മളെ ഉപദ്രവിപ്പിക്കുക. സെയിം പാറ്റേൺ ആണ് എല്ലായിടവും നടക്കുന്നത്. സെയിം പാറ്റേൺ. അടിച്ചു വരെ പൊളിച്ച് കയറാൻ നോക്കിയിട്ടുണ്ട്. പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവൻ എന്നിട്ട് ഗോലി മാറി നോക്കിയെന്നാണ്
അപ്പം പോലീസ് ചോദിച്ചു, നീ ചെയ്യുവോടാ, നീ കൊള്ളാമല്ലോ, പോലീസിൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നത് ഗോലി മാർദുങ്കി, അത്ര കേമന, ദാഗർ എന്നാണ് അവൻ്റെ പേര്, നിങ്ങൾക്ക് പോയി തിരക്കാം. മേധാൻഗിരിയിൽ PNG അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇതുപോലെ ഒരു വലിയൊരു തടിയനുണ്ട്, അവൻ ഗൂണ്ട ഇതുപോലത്തെ. അവനങ്ങ് പോലീസുകാരുടെ മുന്നിൽ വെച്ചാൽ മുക്കുമിനെ ഇടിക്കുവോ ഏതാണ്ട് ചെയ്തത്. അത്ര ക്രിമിനൽ അവനങ്ങ്. ഇതുപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സപ്പോർട്ട്, ഇവനിങ്ങനെ കുറേ എല്ലാവരെയും ഇങ്ങനെ ഈ ക്രിമിനൽസിൻ്റെ സപ്പോർട്ട് കിട്ടുമ്പോൾ ചിലവർക്കൊക്കെ അങ്ങ് വലിയ ഏതാണ്ട് ആളാണെന്നുള്ള ഇതാണ്. പോലീസിൻ്റെ മുന്നിൽ വെച്ച് വരെ ഇടിക്കുക, ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. മീറ്റർ തല്ലി പൊട്ടിക്കുക, ഇവനൊക്കെ ഭയങ്കര രോഗമാണ്, ഭയങ്കര രോഗമായിട്ട് നടക്കുക. മീറ്റർ വരെ തല്ലി പൊട്ടിച്ചതെല്ലാം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മീറ്ററൊക്കെ തല്ലി പൊട്ടിക്കുന്നത് നിരന്തരം ഇതുപോലെ ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്.